എല്ലാവർക്കും അറിയേണ്ടത് ഏതാണ് സേഫ് ആൻഡ് പ്രോഫിറ്റബിൾ ഡെപ്പോസിറ്റ് എന്നാണ്. ആദ്യം ഏതൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്ന് നോക്കാം. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് സാധാരണയായിട്ട് ഒന്ന് ഗോൾഡാണ്, രണ്ട് റിയൽ എസ്റ്റേറ്റ് ആണ്, മൂന്നാമതായിട്ട് വരുന്നത് ഫിക്സഡ് ഡിപ്പോസിറ്റ് അഥവാ FD ആണ്, നാലാമത് ഷെയർസ്. ഇനി ആദ്യത്തെ നോക്കാം, ഗോൾഡ്. സ്വർണം പണ്ട് മുതലേ കേരളത്തിലെ ആളുകൾ പ്രധാനമായി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ശക്തമായ മേഖലയാണ്. പ്രായഭേദമന്യേ എല്ലാവർക്കും ഈ മഞ്ഞലോഹത്തോട് ഇഷ്ടമാണ്. തങ്ങൾക്ക് അല്ലെങ്കിൽ കുടുംബ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് ധാരാളമായി കേരളത്തിലെ ആൾക്കാർ ഇത് വാങ്ങിക്കൂട്ടുന്നുണ്ട്. മനസ്സിന് ഇതിനോടുള്ള ഇഷ്ടം തന്നെയാണ് കാരണം. രണ്ടാമത്, വില കൂടിക്കൊണ്ടേയിരിക്കുന്നു. അഥവാ കുറയുന്നു എന്ന് തോന്നിയാൽ ആ ക്ഷണം തന്നെ ലിക്വിഡ് ക്യാഷിലേക്ക് മാറ്റാൻ പറ്റും, അതായത് വിറ്റ് കാശാക്കാമെന്ന്. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു ഉപയോഗം അത് ചിട്ടി പോലുള്ള ധനസമ്പാദന മാർഗങ്ങൾക്ക് ഈടായി നൽകാവുന്നതാണ് എന്നതാണ്. അതായത് പണത്തിനുമേൽ പണം സമ്പാദിക്കാം എന്ന്. രണ്ടാമതായി വരുന്ന റിയൽ എസ്റ്റേറ്റ് ആണ്. കേരളത്തിലെ പൊതുവെ ഇന്ത്യയിലെ തന്നെ മുഴുവൻ ആളുകളും വളരെ പ്രിയപ്പെട്ട ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് റിയൽ എസ്റ്റേറ്റ്. പ്രധാനമായും കൊമേഴ്ഷ്യൽ പ്ലോട്ടുകളും റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളുമാണ് ആളുകൾ വാങ്ങാറ്. അതിൽ നിന്ന് വീണ്ടും പണം സമ്പാദിക്കാൻ സാധിക്കുമല്ലോ. റെൻറ്റിലൂടെയും സ്ഥാപനങ്ങളിലൂടെയും അവയിലുള്ള ബിസിനസ്സിലൂടെയും വീണ്ടും പണം ഉണ്ടാക്കാൻ കഴിയും. കൃഷിസ്ഥലങ്ങളാകട്ടെ മിക്കവരും ലീസിനെടുക്കുകയോ റെൻറ്റിനെടുക്കുകയാണ് ചെയ്യാറ്. അതും ഒരു വരുമാന മാർഗമാണ്. അടുത്തതായിട്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണ്. ഫിക്സഡ് ഡിപ്പോസിറ്റ് അഥവാ FD പൊതുവെ ഹൈ ക്ലാസ്സിന് അത്ര ആകർഷകമല്ല, കാരണം ലോ റിട്ടേൺ തന്നെ. പക്ഷേ അത്യധികം സേഫാണ്. മിഡിൽ ക്ലാസിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആകർഷണ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് FD. അടുത്തതായിട്ട് പറയാനുള്ളത് ഷെയർസിനെ കുറിച്ചാണ്. ഷെയർസ് ഇന്ത്യയിലെ നഗരവാസികൾ കൂടുതലായി തിരഞ്ഞെടുക്കുന്നു. സ്വന്തമായി ജോലിയുള്ളവർക്കും മറ്റ് അധ്വാനമില്ലാതെ ഇടവേളകളിൽ ഒരു വരുമാനം ഉണ്ടാക്കാം. കൂടാതെ ദീർഘകാലം കൊണ്ട് ഹൈ റിട്ടേണും ലഭിക്കുന്നു. പ്രത്യേകിച്ച് ഒരു അധ്വാനത്തിൻ്റെ ആവശ്യമില്ല, പണം തന്നെ നമുക്ക് വേണ്ടി അധ്വാനിക്കും. ഇനി എന്താണ് നമ്മുടെ പ്രൈസിലുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ലാഭത്തിലുണ്ടായിട്ടുള്ള ഒരു വർധനമെന്ന് നോക്കാം. വീടിൻ്റെ വിലയിലാണെങ്കിൽ 2011 മുതൽ 2024 വരെയുള്ള സമയങ്ങളിൽ ഒരു ആവറേജ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്ന 5.1%. വീടുകളുടെ വിലയാണ് കേട്ടോ, വീടുകളുടെ വിലയിലുള്ള വർധനവ്. അതേസമയം സ്ഥലത്തിൻ്റെ വിലയിലാണെങ്കിൽ, പ്രോപ്പർട്ടി പ്രൈസിലാണെങ്കിൽ ഇൻക്രീസ് വന്നിരിക്കുന്നത് 6%. പെർ ഇയർ ആണ്. ഓരോ വർഷവും 6% വരെയുള്ള ഇൻക്രീസാണ് ഇന്ത്യയിലുണ്ടായിരിക്കുന്നത്. ഇനി ഷെയർ മാർക്കറ്റിൽ ഒരു 10 വർഷത്തെ ഒരു ആവറേജ് റിട്ടേൺ എന്ന് പറയുന്നത് 10.2%. അത് 10.7% വരെ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത് 10.2%. ഇനി ഗോൾഡിൻ്റെ പ്രൈസിലാണെങ്കിലോ ഈ 2022-23 ടൈമിൽ, ഈ കഴിഞ്ഞ വർഷം ഏകദേശം 20%-ലധികം വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഒരു പവനിൽ 12,000 രൂപയ്ക്ക് മേലെ വർധന ഉണ്ടായിരിക്കുന്നു. 20%. ഹൗസ് പ്രൈസിലാണെങ്കിൽ 5.1 ഉള്ളൂ, പ്രോപ്പർട്ടി പ്രൈസിലാണെങ്കിൽ 6% ഉള്ളൂ ഓരോ വർഷവും. ഷെയർസിലാണെങ്കിൽ 10 വർഷത്തിലുണ്ടായിട്ടുള്ള വർധനവ് 10.2%. ദീർഘകാല ഇൻവെസ്റ്റ്മെൻ്റ് ആയതുകൊണ്ട്. സ്വർണത്തിലാണെങ്കിൽ ഒരു വർഷം തന്നെ 20% വർധന ഉണ്ടായിരിക്കും. അപ്പോൾ സ്വർണം തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻ. കാരണം റിയൽ എസ്റ്റേറ്റ് ഇപ്പോൾ ഒരു സ്റ്റാഗ്നൻ്റ് മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത്. അതിനാൽ തന്നെ വിലയിലും ഹൈപ്പില്ല. 10 വർഷം മുമ്പുള്ള വില തന്നെയാണ് ഏകദേശം ഇപ്പോഴും ഉള്ളത്. നഗരങ്ങളിലൊഴികെ അവിടെ മോഹവിലയ്ക്ക് ആളുകൾ വാങ്ങിക്കാറുണ്ട് സ്ഥലങ്ങൾ. എന്നാൽ സേഫായിട്ടും മറ്റ് ബുദ്ധിമുട്ടില്ലാതെയും കയ്യും കെട്ടിയിരുന്ന് ഒരു നിശ്ചിത എമൗണ്ട് കിട്ടുന്ന ഒരു വരുമാന മാർഗം അഥവാ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ളത് ഇപ്പോഴും FD തന്നെയാണ്. ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? കമൻറ്റ് ചെയ്യുക. വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.